കടന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കാവേരി ജയപാലൻ യുദ്ധം തുടക്കം കുറിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജയപാലനെ കടന്നാക്രമിക്കുന്ന കാവേരിയെയാണല്ലോ കാണാനായിട്ട് സാധിക്കുക. ഒടുവിൽ നമ്മുടെ അച്ഛൻ അരവിന്ദൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഭൂമിക്ക് അരവിന്ദൻ കൊടുത്ത കാശിൻ്റെ കണക്കുകളൊക്കെ ഭൂവുടമ നമ്മുടെ കാവേരിയുടെയും കുടുംബത്തിൻ്റെയും മുൻപിൽ വ്യക്തമാക്കുമ്പോൾ കാവേരി ജയപാലനെ തല്ലാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം ചുറ്റുമുള്ളവർ കാവേരിയെ അതിൽ നിന്നും പിടിച്ചു മാറ്റുകയാണ്. ഇതിനിടയിൽ വാക്കുകൊണ്ട് ഒരുപാട് ജയപാലൻ നമ്മുടെ കാവേരിയെയും കുടുംബത്തെയും അപമാനിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോഴൊക്കെ കാവേരി പറയുന്നുണ്ട്, തൻ്റെ അച്ഛനെ കൂടെ നിന്ന് ചതിച്ച് തൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം പണമെല്ലാം കൈക്കലാക്കി നാണം കെട്ട വർത്താനം പറയല്ലേ ജയപാല. മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ഭൂമി ഞങ്ങൾക്ക് തന്നെ തിരികെ നൽകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളാനായിട്ട് ജയപാലൻ കാവേരിയോട് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം കാവേരി പറയുന്നുണ്ട്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അധ്വാനം വെറുതെ പോവാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, സമ്മതിക്കില്ല. അച്ഛന് വേണ്ടി ഈ ഭൂമി ഞാൻ തിരികെ പിടിക്കും. അത് നിയമത്തിൻ്റെ വഴിയായാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്നു. അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ നേടിയെടുക്കുമെന്ന് കാവേരി ജയപാലനോട് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്